ഭക്തി ദൃഢമായാൽ, ശ്രദ്ധ ഉണ്ടെങ്കിൽ, വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 3 ലോകം കിടുകിട വിറപ്പിച്ചവനാണെങ്കിൽ പോലും നിരായുധനായിട്ടുള്ള കുട്ടിയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പദം പറഞ്ഞു. നിരായുധനായിട്ടുള്ള കുട്ടിയെ ഒരു ചുക്കും. അതാരാ പത്? പ്രഹ്ലാദൻ. കേട്ടിട്ടില്ലല്ലോ? കേൾക്കണമല്ലോ. ഹ്ലാദൻ, സംഹ്ലാദൻ, അനുഹ്ലാദൻ, പ്രഹ്ലാദൻ. കേൾക്കാൻ രസമുണ്ട്. ഇതിപ്പോൾ ഹിരണ്യാക്ഷ മരിച്ചുവല്ലോ, വരാഹമായിട്ട് പോകുക. മൂപ്പരുടെ ബ്രദർ ഹിരണ്യകശിപു എന്നാ പേര്. എന്നാ ആ കഥ പറയൂ. അപ്പോഴാണ് സഹോദരൻ മരണപ്പെട്ട ദുഃഖവും ഭഗവാനോടുള്ള വിരോധവും കാരണമായിക്കൊണ്ട് പുഷ്കരത്തിൽ ചെന്ന് ശക്തി ആർജിക്കാനായിട്ട് തപസ്സിൽ ഏർപ്പെട്ടു ഹിരണ്യകശിപു എന്നാണ്. ഈ ഘട്ടത്തിൽ ലേശം ഇങ്ങനെ ഗർഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്ക്? തൻ്റെ പത്നിയായിട്ടുള്ള കയാധുവിന്. ഇന്ദ്രൻ എന്താ ചെയ്യണത്? കണ്ട അസുരന്മാരെ മുഴുവൻ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ വധിച്ചു വരികയാണ്. അപ്പോഴാണ് ഗർഭിണിയായിട്ടുള്ള കയാധുവിനെ മുടിയിൽ പിടിച്ചിട്ട് കഴുത്ത് വെട്ടാൻ ഓങ്ങുമ്പോൾ പരവശയായിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുമ്പിൽ നാരദർ പ്രത്യക്ഷനായി. നാരദർ ചോദിച്ചു, എന്താ പുരന്തര, എല്ലാ ഈ ബ്യൂട്ടി പാർലർ പരിപാടിയൊക്കെ ഔട്ട്ഡോർ പരിപാടികളാണ്? നാണക്കടയും മൂപ്പര്. പെണ്ണുകളിൽ മുടി പിടിക്കാൻ പാടില്ലേ? അതെ, മുടിയിൽ നിന്ന് ഒഴിച്ചു. അസുരവിത്താണ് അതിൻ്റെ ഉള്ളിൽ, അപകടകാരിയാണ്. അതുകൊണ്ടത് പുറത്ത് വിട്ട അപകടം ആവണ്ടാച്ചിട്ട് ഞാൻ ഇതിനെ ശരിയാക്കുക. എന്ത് വിട്ടിത്തരായി പറയണത്? എത്ര നാര്യസ് പൂജന്തേ രമന്തേ തത്ര ദേവതാഹ. എവിടെയൊക്കെ സ്ത്രീകൾ ആരാധന ചെയ്യപ്പെടുന്നുണ്ടോ അവിടെ ദേവന്മാർ സന്തോഷിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥാനത്ത് അങ്ങ് ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ വധിക്കാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നാണല്ലേ അങ്ങക്ക്? അയ്യയ്യയ്യേ എന്ന് വഷളാക്കി. അപ്പോൾ അദ്ദേഹത്തിനും ചെയ്ത് മോശമാണെന്ന് തോന്നി, വിട്ടു. അവളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല, അവൾക്ക് ഉണ്ടാവുന്ന കുട്ടിയും ശ്രേഷ്ഠനാണ് കേട്ടോ, വിട്ടു. അങ്ങനെ ആ ഗർഭിണിയായിട്ടുള്ള കയാധുവിനെ നാരദർ തൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിയിട്ട് പോയി. 2-3 മാസം ഗർഭമാണ്. നാരദരെയൊക്കെ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിച്ചു. തൊഴുതുകൊണ്ട് നാരദരോടൊരു വരം ആവശ്യപ്പെട്ടു. എൻ്റെ ഭർത്താവ് എപ്പോഴാണോ തപസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് അന്നേ എൻ്റെ പ്രസവം നടക്കാൻ പാടുള്ളൂ. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് അനുഗ്രഹിച്ചു. ഇദ്ദേഹം നേരത്തെ പറഞ്ഞ മാതിരി കൃച്ഛഛാദനാരായണ വ്രതം സ്വീകരിച്ചു. അപ്പോൾ ഉറക്കം തൂങ്ങിക്കഴിഞ്ഞാൽ എന്താ അറിയുക? മുഖം കഴുകിയിട്ട് എണീച്ച് നിന്നിട്ട് ജപിക്കും. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഉറക്കം തൂങ്ങുക. അപ്പോൾ എന്താ ചെയ്യണം അറിയോ? ഒറ്റക്കാലിൽ നിന്നിട്ടാ. അങ്ങനെയാണ്. അത് തപസ്സിൻ്റെ ഓരോ മാർഗങ്ങളാണ്. എന്നിട്ടോ അഞ്ജലീബദ്ധ, കൈകളിങ്ങനെ കൂപ്പി വെച്ചു, കൈകൾ അഞ്ജലീബദ്ധനായി താഴിയെ കുടമാരി തൊഴുതുകൊണ്ട് ഓം ബ്രഹ്മണേ നമഃ, ഓം ബ്രഹ്മണേ നമഃ, ഓം ബ്രഹ്മണേ നമഃ അങ്ങനെ ബ്രഹ്മദേവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരീരം ശോഷിച്ചു. നിന്ന സ്ഥലത്ത് മൺപുറ്റുകൾ വന്ന് മൂടി, സർപ്പം മേലെ ഇഴഞ്ഞു, വള്ളികൾ ചുറ്റി. അദ്ദേഹത്തിനെ ഇതൊന്നും ബാധിച്ചില്ല. ഏതായാലും ഈ തപം എന്നത് ജപം തപമായി ശരീരത്തിൽ നിന്ന് ഊഷ്മാവ് അധികരിച്ചിട്ട് അഗ്നിജ്വാലകൾ പുറത്തു വരാൻ തുടങ്ങിയെന്നാണ്. കാരണം കുറേ ജപിച്ചു കഴിഞ്ഞാൽ അറിയാം ഉഷ്ണം കൂടും. ഈ തപസ്സികളൊക്കെ മഞ്ഞുമാമലകളിൽ പോകുന്നതിൻ്റെ ഒരു സൂത്രം അതാണ്. മന്ത്രം ചൂടാണ്, ഉപാസന ചൂടാണ്. ഒന്ന് പ്രാണായാമം ചെയ്താൽ മതി, ബോഡി പെട്ടെന്ന് ഹീറ്റാവും. അപ്പം അങ്ങനെ ശരിക്കും അഗ്നി പുറത്തേക്ക് വരാൻ തുടങ്ങി. സ്വർഗമൊക്കെ അങ്ങനെ പുകയണമെന്നുള്ള നിലയിലായി. ദേവന്മാരെല്ലാവരും ബ്രഹ്മദേവനോട് പറഞ്ഞു, അങ്ങ് പ്രത്യക്ഷപ്പെടാൻ വൈകി കഴിഞ്ഞാൽ ഞങ്ങൾ ചുട്ടു പുകയും കേട്ടോ, രക്ഷയില്ല. ഒരു അസുരൻ ചെന്നിട്ട് അവനെ മോഹിപ്പിച്ചിട്ട് ഒന്നിലും വീഴില്ലേ. രംഭയൊക്കെ പോയിട്ട് കൈകാലോട്ട് കളിച്ചിട്ട് മുട്ടുവേദനയെന്നല്ലാതെ ഇയാളുടെ മുട്ടിളകിയില്ല. ഇതാണ് കഥ. അപ്പോൾ ഏതായാലും പ്രത്യക്ഷപ്പെടാൻ വൈകരുത് എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ നേരെ പ്രത്യക്ഷനായി. നോക്കിയപ്പോൾ മണ്ണ് വാൽമീകി തല മൂടപ്പെട്ടിരിക്കുകയാണ്. കമണ്ടലിൽ നിന്ന് ജലം എടുത്തിട്ട് അങ്ങോട്ട് തെളിച്ചോടുകൂടിയിട്ട് അതൊക്കെ അങ്ങോട്ട് പൊട്ടിയിട്ട് സുന്ദരനായിട്ടുള്ള ഗന്ധർവനെ പോലെ ശോഭിക്കുന്ന നിലയിലുള്ള ശരീരിയായി മാറി. ഹിരണ്യകശിപു സാഷ്ടാംഗം പ്രണമിച്ചു. പിതാവേ രക്ഷിക്കണേ, എനിക്ക് ആരുമില്ല വേറെ, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് വീണ് നമസ്കരിച്ചപ്പോൾ ബ്രഹ്മാവിന് വലിയ സന്തോഷമായി. കാരുണ്യം വഴിഞ്ഞൊഴുകി. അതിന് വേറെയും കാരണമുണ്ട്. കാരണം എന്താ അറിയോ? പുള്ളീനെ അങ്ങനെ കൂടുതൽ ആളുകൾ വിളിക്കാറില്ല. വിളിക്കണമൊക്കെ നാരായണനെയും മഹാദേവനെയാണ്. അതിൽ വല്ലാത്ത സന്തോഷമായി. എന്തു വേണമെങ്കിലും തരാൻ കുട്ടിയെന്ന് പറഞ്ഞു. എന്താ വേണ്ടത്? മരിക്കാണ്ടിരിക്കണം. അങ്ങനെ പറയരുത്. മരിക്കാണ്ടിരിക്കണമെങ്കിൽ ജനിക്കാണ്ടിരിക്കണമായിരുന്നു. എനിക്ക് തരാൻ പറ്റുന്നത് വല്ലതും ചോദിക്കുമോ എന്ന് പറഞ്ഞു. എന്താ അപ്പോൾ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, ഒരു തരത്തിലുള്ള ആയുധങ്ങളാലും ഞാൻ വധിക്കപ്പെടരുത്. ആയുധം കൊണ്ട് അങ്ങേ ഒന്നും ചെയ്യാൻ പറ്റില്ല. തഥാസ്തു. കഴിഞ്ഞിട്ടില്ല, ഒന്നും കൂടി
ദേവന്മാരാലോ മനുഷ്യന്മാരാലോ മൃഗങ്ങളാലോ മരിക്കാൻ പാടില്ല. ദേവന്മാരാലോ മനുഷ്യരാലോ മൃഗങ്ങളാലോ വധിക്കപ്പെടില്ല. ആയുധം കൊണ്ടും വധിക്കില്ല. പകൽ സമയത്ത് വധിക്കപ്പെടരുത്. പകൽ സമയത്ത് വധിക്കപ്പെടില്ല. രാത്രി സമയത്ത് വധിക്കപ്പെടരുത്. രാത്രി സമയത്ത് വധിക്കപ്പെടില്ല. എന്നാ കാണാം. അല്ല, ഒന്നും കൂടി ആലോചിക്കട്ടെ. വീടിൻ്റെ അകത്ത് വെച്ച് വധിക്കപ്പെടാൻ പാടില്ല. വീടിൻ്റെ പുറത്ത് വെച്ചിട്ടും വധിക്കപ്പെടാൻ പാടില്ല. ശരി കേട്ടോ. അല്ല, ഒന്നും കൂടി പകൽ സമയത്ത് വധിക്കപ്പെടരുത്, രാത്രി സമയത്ത് വധിക്കപ്പെടരുത്. എല്ലാം കവറിങ് ആയി. എന്തു പറഞ്ഞാലും റെക്കോർഡ് ചെയ്ത് വെച്ച മാതിരിയാ. തഥാസ്തു 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 എല്ലാമായി. സന്തോഷമായി, അജയ്യനായി, ബലമായി, ശക്തിയായി നേരെ വന്നു. ആദ്യം പോയിട്ട് സ്വർഗം ആക്രമിച്ചു. സ്വർഗത്തിൽ കൊടിനാട്ടി. പിന്നെ തൻ്റെ പത്നിയെ കണ്ടെത്തി കൊണ്ടുവന്നു. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള കയാധു ഒരു നല്ലൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അപ്പോൾ നേരത്തെയുള്ള ആ കുട്ടികളുടെ പേരിന് യോജിക്കുന്ന വിധത്തിൽ ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ. ഇപ്പോൾ നാലാമത്തേന് എന്ത് ചെയ്യുക? പ്രഹ്ലാദൻ എന്ന് വയ്ക്കാം. പ്രഹ്ലാദൻ നാമകരണം ചെയ്തു. അങ്ങനെ സന്തോഷമായി. ആ കുട്ടിയുടെ ആ വളർച്ച ഇങ്ങനെ കണ്ട് തേജസ്വി ആയിട്ടുള്ള കുട്ടിയാ, സൂര്യനെമാതിരി ശോഭിക്കണം. 2-3 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുട്ടിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുക. നല്ല ബുദ്ധിയുണ്ട്. എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടത് കാണിക്കുകയും ചെയ്യും, കണ്ടത് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ബുദ്ധിയുള്ള കുട്ടി. അത്ഭുതമായി. അത് കുട്ടിക്ക് എന്തെങ്കിലും പാഠം ചെയ്യാൻ ആരെങ്കിലും സ്കൂൾ എവിടെ ഇപ്പോൾ ആരെങ്കിലും സ്പെഷ്യലായിട്ട് ട്യൂഷൻ കൊടുക്കണം. ആരാ ഇപ്പോൾ നല്ല പഠിപ്പ് കഴിഞ്ഞ മാഷുമാരാരാ ഉള്ളത്? ശുക്രാചാര്യരുടെ മക്കളുണ്ട്. ഷണ്ടനും അമർക്കനും ഇരട്ടകളാണ്. അതെ, അവർ B.Ed ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ അവരെ ഒന്ന് വിളിച്ചിട്ട് വരും. വന്നു. എന്താ പേര്? ഷണ്ടൻ അമർക്കൻ. പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കും. മാഷുമാരാണല്ലേ? സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചാൽ മതി. പേര് ഷണ്ടൻ അമർക്കൻ. അപ്പോൾ നിങ്ങൾ, ഞാൻ പറയാം, അത് പഠിപ്പിക്കുക കേട്ടോ. ജീവിതം ഒന്നേ ഉള്ളൂ. പറയും നോക്കട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് സുഖിക്കാനുള്ളതാ. അതിന് കാശ് വേണം. എങ്ങനെയും കാശുണ്ടാക്കുക. അതന്നെയാണ് സാമർത്ഥ്യം. ടു എന്ന് അങ്ങോട്ട് പറയണ്ട. ടു എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. ഇതാണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞയച്ചു. ഷണ്ടനും അമർക്കനും കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. വേറെയും അസുര കുട്ടികളുണ്ട്. കുറച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ പഠനത്തിൻ്റെ പുരോഗതി എങ്ങനെ ഉണ്ട് എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസ. ആളയച്ചു വരുത്തി. മുനോ പ്രഹ്ലാ. മഹാരാജൻ അച്ഛനെ വിളിക്കണേ. മഹാരാജൻ എന്താ പഠിച്ചത്? പറയൂ നോക്കട്ടെ അച്ഛാ. ഗൃഹം, കുടുംബം മുതലായിട്ടുള്ള അന്ധകൂപങ്ങളിൽ പെട്ടിട്ട് കിട്ടിയ ജന്മം ലോകസുഖങ്ങളിൽ ഒട്ടിയ ശേഷം പാഴാക്കാതെ വിഷ്ടപനാശിനി നിന്നിലണച്ചൻ കഷ്ടത തീർക്കുക ദേവി നമസ്തേ എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടുക. അന്തം വിട്ടു. 4 വയസ്സുള്ള കുട്ടി പറയുന്ന വാക്കാണ്. ഗുരുക്കന്മാരാകെ പരിഭ്രമിച്ചു. ഞങ്ങൾ പഠിപ്പിച്ചോ അല്ല ഈ കുട്ടി പറയണത്, ഞങ്ങളിതിന് ഉത്തരവാദികളല്ല എന്നും പറഞ്ഞു. ദേഷ്യം വന്നാലും ആദ്യത്തെ ഒരു കൂട്ടിമുട്ടലല്ലേ. ശരി, പറഞ്ഞയച്ചു. വേണ്ടാത്തല്ല, ഞാൻ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കൂ കേട്ടോ എന്ന് പറഞ്ഞയച്ചു. ഗുരുകുലത്തിലെത്തിയപ്പോൾ 2 പേരും കൂടി കുട്ടിയൊന്ന് നമസ്കരിച്ചു. എന്തിനറിയോ? കുട്ടിയെ ആദ്യമായിട്ട് കിട്ടിയ ജോലിയാണ്. 1 മാസത്തെ ശമ്പളമെങ്കിലും വാങ്ങട്ടെ, ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കണ്ട, പറഞ്ഞത് കേൾക്കൂ അപ്പേ എന്ന് തൊഴുത് യാചിച്ചു. 2ാമത് ആ ക്ലാസ് ആരംഭിക്കണു. ആ ഭാഗങ്ങൾ 2 അധ്യായങ്ങൾ വായിച്ച് അവതാരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ഷണ്ട അമർക്കന്മാർ പ്രഹ്ലാദൻ എന്ന വത്സല ശിഷ്യനെ, കുട്ടി പറയുന്നതൊക്കെ ചിലപ്പോൾ വിപരീതമായിട്ടാണ് വരികയെങ്കിൽ കൂടിയിട്ട് കുട്ടി അങ്ങോട്ട് വെറുക്കാൻ സാധിക്കുന്നില്ല. ഒരു ഇഷ്ടമാണ് ആ കുട്ടിയോട് തോന്നേണ്ടതേ. ലാളനയോടുകൂടി ആണ് ഈ കുട്ടിയുടെ വാക്കുകളൊക്കെ അവരെ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുകയാണ്. കാരണം മഹാഗുരുവായിട്ടുള്ള നാരദ ഋഷിയുടെ സമ്പർക്കം, സത്സംഗം ഗർഭാവസ്ഥയിൽ തന്നെ കിട്ടിയെന്നാണ്. പിന്നെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടുമ്പോഴോ സാത്വിക ആഹാരങ്ങളാണ്. അതൊരു പ്രധാനമാണ്. ആഹാരം എന്നത് എൻ്റെ സൂക്ഷ്മ അംശമാണ്.
മനസ്സായിട്ട് പരിണമിക്കുന്നത് എന്നത് വസ്തുതയാകയാൽ ആഹാരശുദ്ധി വളരെ പ്രധാനമാണ് എന്നാണ്. പിന്നെയോ ഈ മന്ത്രതരംഗങ്ങൾ, ഒരു മഹാത്മാവിൻ്റെ സമ്പർക്കം, ഇതൊക്കെ കൃത്യമായിട്ട് മോൾഡ് ചെയ്യപ്പെട്ടു അകത്തിരിക്കുമ്പോൾ തന്നെ. ഒരു ശുഭമുഹൂർത്തത്തിൽ കുട്ടി ജനിക്കുകയും ചെയ്തു. ആ ഭഗവാൻ ശ്രീഹരിയിലുള്ള ഭക്തി ഗർഭത്തിൽ നിന്ന് തന്നെ ആ കുട്ടിയിൽ ഉറച്ചു എന്ന് പറയണം. ഏതായാലും വീണ്ടും ചണ്ടാമർക്കന്മാർ കുട്ടിയെ നമസ്കരിച്ച് ഞങ്ങൾക്ക് ശമ്പളം വാങ്ങിയിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഉണ്ണി എന്നൊക്കെ അപേക്ഷയോടുകൂടി പറഞ്ഞു. കുട്ടി അതൊക്കെ അനുസരിക്കുന്ന മാതിരിയൊക്കെ കാണിച്ചു. ഒരു ഘട്ടത്തിൽ ഒരു ബന്ധുഗൃഹത്തിലെ വിവാഹ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കൊന്ന് പുറത്ത് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ അധ്യാപകന്മാർ പോകുമ്പോൾ ലേശം സാമർഥ്യമുള്ള കുട്ടികളെ ക്ലാസ് ലീഡറാക്കി വെച്ച് അവരോട് നോക്കാൻ ഏൽപ്പിക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അല്ലേ. ഒരു വടി അവിടെ മേശപ്പുറത്ത് വയ്ക്കും, ഒരു പേപ്പറും പേനയും കൊടുക്കും. ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയുണ്ട്, നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. വർത്തമാനം പറയുക ഇടപെടം ചെയ്യുകയോ ചെയ്താൽ അവരുടെ പേരെഴുതി വയ്ക്കുക. മാഷ് വന്നു കഴിഞ്ഞാൽ ചൂരൽ കഷായം. അപ്പോൾ ഈ പേപ്പറും പേനയും കിട്ടിയ ആൾക്കൊരു ഗൗരവമുണ്ട് കേട്ടോ. എന്തറിയോ, പകയുള്ള ആളുടെ പേരൊക്കെ എഴുതിയെന്ന് വരും ചിലപ്പോൾ, ഇഷ്ടമല്ലേ. അപ്പോൾ ഒന്ന് സോപ്പിടും, ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ ഈ കുട്ടി മറ്റ് അസുരബാലന്മാരോട് പറയണ, സുഹൃത്തുക്കളെ നമ്മൾ മഹാഭാഗ്യശാലികളാണ്. കാരണം എന്താ അറിയോ, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അതു വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ചു ഞാൻ. എത്രയും പണിപ്പെട്ടിങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10-12 ഉണ്ണിയായിട്ടും പോയി, തന്നെ താൻ അഭിമാനിച്ചു പിന്നീടും തന്നെ താനറിയാതെ കഴിയുന്നു. ഇത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെ ഉള്ളോരീ ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപേടും നേരം നിർത്തൂ പോകുമതെന്നേ പറയാവോ. അത്രമാത്രമിരിക്കുന്ന നേരത്ത് കീർത്തി ചീടുന്നതില്ല തിരുനാമം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, അച്യുതാനന്ദ നാരായണ ഹരേ. നമ്മളിപ്പോൾ നല്ലൊരവസ്ഥയിലൂടെ പോവുകയാണ്. യൗവനമായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചു കൊണ്ടുപോയിട്ട് വേണ്ടാത്തതിലേക്ക് കുടുക്കി കളയും. വാർദ്ധക്യത്തിലോ നല്ല സമയം മുഴുവൻ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പരിതപിക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും സ്വീകാര്യമായിട്ടുള്ളൊരു ഭാവമാണ് ബാലാവസ്ഥ. അത് നമ്മൾ കളയരുത് കേട്ടോ. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കണ്ട് ഭഗവത് പ്രിയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ പോവുകയാണ്. അത് പാഴാക്കരുത്. നേടേണ്ടത് എപ്പോഴാണ് നേടാൻ സാധിക്കുക എന്ന നിലയിലൊക്കെ അസുരബാലന്മാരോട് ഈ കുട്ടി ഇങ്ങനെ ആ ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്കതൊക്കെ വലിയൊരു അനുഭവമായിട്ട് മാറി എന്ന് പറയണേ. എല്ലാ ആളുകൾക്കും സൗഖ്യമുണ്ടാവാൻ, സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ ഗത്തിൽ ദുഃഖവാത് ഭവേത്. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവട്ടെ. കാരണം എല്ലാവരും സൗഖ്യമായിരുന്നാലാണ് അതിൻ്റെ സുഖം എല്ലാവർക്കും കിട്ടുക എന്നൊക്കെ വിശാലമായിട്ട് അർത്ഥത്തിലും ചിന്തയിലും കുട്ടി ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്കൊക്കെ വലിയ അത്ഭുതമായി. ഏതായാലും അത് കഴിഞ്ഞു മാഷന്മാർ വീണ്ടും വന്നു കുട്ടി അച്ഛനെ ആളയച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടി നമുക്ക് പോവുക, അച്ഛനെ ഇന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞ് മഹാരാജാവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിയിട്ട് പോയി. അച്ഛൻ മനു വാ, എന്തായി, അവിടെ ഒന്നുമല്ലോ, അപ്പോൾ നല്ല കാര്യങ്ങളല്ലേ പഠിച്ചിരിക്കണം, പറയൂ നോക്കട്ടെ. മഹാരാജൻ
സർവേശ്വരനായിട്ടുള്ള ജഗർബഹുവിനെ കിട്ടാൻ ഞെരുക്കമാണ്. ഏറെ പെട്ടെന്നുടയും മാനുഷം തനു ആത്മസാക്ഷാത്കാരമത്രേ നേടേണ്ടത്. അതു കിട്ടിയാൽ പുണ്യം ഭാരതഖണ്ഡത്തിൽ മർത്യജന്മം സുദുർലഭം. ആഹാരാദി സുഖം ജന്മമേതിലും സിദ്ധമായി വരാ. അന്യയോനികളിൽ പക്ഷേ സ്വർഗമോക്ഷങ്ങൾ കൈവരാ. അതിനാൽ മർത്യരായി വന്നോർ ധർമ്മം താൻ ആചരിക്കണം. ആ ധർമാചരണത്തിലൂടെ ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആ ജഗൽപ്രഭുവായിട്ടുള്ള ഭഗവാനെ ആ ശ്രവണത്തിലൂടെ മനസ്സിലാക്കാം. വിദ്യാഭ്യാസം ഇല്ലെങ്കിലേ പിന്നെയോ കീർത്തനത്തിലൂടെ, കലവോ കീർത്തനം എന്നാണ്. ആ ഉള്ളിൽ നിന്ന് തേങ്ങിക്കൊണ്ട് ഭഗവാനെ അങ്ങോട്ട് ഹരേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജഗൽപ്രഭുവായിട്ടുള്ള ആ ഭഗവാന് കേൾക്കാതിരിക്കാൻ സാധിക്കുമോ? ഇല്ലേ? കരുണാർദ്രമാനസനല്ലേ മുകിൽ വർണ്ണൽ. ഭഗവാൻ കരുണാർദ്ര മാനസനാണ്. അദ്ദേഹത്തിനെ ആശ്രയിക്കുക. കീർത്തനത്തിലൂടെ, ശ്രവണത്തിലൂടെ, കീർത്തനത്തിലൂടെ, സ്മരണത്തിലൂടെ, ആ സേവനത്തിലൂടെ, അർച്ചനത്തിലൂടെ, സൗഹൃദത്തിലും ഭഗവാനെ കാണാമല്ലോ. കൂട്ടുകാരാന്ന് വിളിക്കാം, അല്ലേ? മച്ചാനെ നല്ല വിളിച്ചിരുന്ന അർജുനൻ ഭക്തനാ. അതെ, മഹാബലി വേറെ രീതിയിൽ, ആഞ്ജനേയ സ്വാമിയുടെ രീതി വേറെ, നാരദൻ്റെ രീതി വേറെ, ഓരോരുത്തർക്കും ഓരോ ഭാവമാണല്ലോ. സഖ്യം, ആത്മനിവേദനം. മഹാബലി എങ്ങനെയാണ് തന്നെ സമർപ്പിച്ചു എന്നാണ്. അങ്ങനെ ആ ജീവിതത്തെ ധന്യമാക്കാൻ പരിശ്രമിക്കുന്നതല്ലേ ശ്രേയസ്കരം. രാജൻ എന്നാണ്, അച്ഛാന്നല്ല വിളിക്കുന്നത്, ഈ രാജൻ. ഇതങ്ങോട്ട് കേട്ടപ്പോണ്ടല്ലോ ആ കടകട്ട ചേക്കനെ കൊണ്ട് ഞാനിത് ഇങ്ങനൊരു സാധനം ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ. ആരെവിടെ? ആ വിവരം കേട്ടവനെ മുക്കാലി കെട്ടിയിട്ട് കുട്ടിക്കൊരു 150 പെട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഹരിയാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ട് മനസ്സിലാക്കി ഉറച്ച കുട്ടിക്ക് ഈ അടിക്കാനായിട്ടൊരു മുക്കാലി കെട്ടുമ്പോഴും ആ പറ്റുന്ന ഭാഗത്ത് തൊഴുതുകൊണ്ട് ഹരേ 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 അതാണ്. അപ്പോൾ ഈ ചാട്ടവാറ് ഇങ്ങനെ ശരീരത്തിൽ കൂടെ ഇങ്ങനെ പോയിട്ട് വായുവിലൂടെ അടിക്കണ മാതിരിയാണ്, ശൂന്യതയിൽ കൂടെ പോയിട്ട് പോണ മാതിരി പോയിട്ട് ആരാണോ അടിക്കണവരെ തിരിച്ചടിക്കുക. ഇങ്ങനെയൊരവസ്ഥ. അതൊന്നും അത് കഴിഞ്ഞു വന്നു. അടിക്കാൻ ഏൽപ്പിച്ച ആളുകൾ മടുത്തുപോയി. സ്വയം അടി കൊണ്ടും കുഴഞ്ഞു അവർ. അവസാനം കുട്ടീനെ അഴിച്ചു വിട്ടു. അത് കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ കുട്ടധാരണ എന്താ പറയുക, ഓരോ കോഴ്സാന്നാണ്. രാജാവ് അച്ഛൻ ഓരോ കോഴ്സ് പഠിപ്പിക്കാതാ. പിന്നെ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയിട്ട് വലിച്ചെറിയാനുള്ള ഏർപ്പാട് ചെയ്തു എന്നാണ്. അപ്പോഴും ആർക്കും താങ്ങായിരിക്കുന്ന ആരാ? ശ്രീഹരിയുടെ കൈകളില്ലാത്ത സ്ഥലമുണ്ടോ? ഇങ്ങനെയാണ് കുട്ടിയുടെ വിദ്യാഭ്യാസം. അത് ആ വിദ്യയും വിശ്വാസവും ഉറപ്പിക്കുകയും ചെയ്തു. വലിച്ചെറിഞ്ഞു, ഭഗവാൻ പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞുട്ടോ, കുടുങ്ങിയല്ലോ ഇവനെ കൊണ്ട്. അപ്പോൾ ഈ വേരം കെട്ടവന് വിഷം കലക്കി കൊടുത്താലോ എന്നാ. അത് ഒരു ആരെവിടെ ഉഗ്രവിഷമുള്ള പാമ്പിനെ പിടിച്ചിട്ട് ആ വിഷം എടുത്ത് കൊണ്ടുവരാൻ പറയും. ഒരാളെ ഇതിന് വ്യവസ്ഥ ചെയ്തു. ഒരു ആദിവാസിയെ പിടിച്ച് വിഷം സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അത് പാലിലൊഴിച്ചിട്ട് കലക്കി കൊടുത്തു. അത് പാലിലെങ്ങനെ ഒഴിച്ചപ്പോൾ ആ വിഷം കട്ട നീലയിട്ട് ഇങ്ങനെ ആ പാലിൻ്റെ മേലെ ഇങ്ങനെ തെളിഞ്ഞപ്പോൾ ആ നീലവർണ്ണം കണ്ടപ്പോൾ കുട്ടി എന്താ പറഞ്ഞറിയോ? നീലമേഘശ്യാമള നിത്യാനന്ദ. നീലമേഘശ്യാമള, അതിലും ഭഗവാന്റെ രൂപം. അത് കഴിച്ചപ്പോൾ കുറച്ച് നേരം ശരീരത്തിന് ആ നീലിമ വന്നു. ഭഗവാനെ പോലെ എന്നല്ലാതെ ഒന്നും ബാധിച്ചില്ല. അങ്ങനെ സഹി കെട്ടു. അദ്ദേഹത്തിന് ദേഷ്യം കലശലായിട്ട് വന്നു. നാരദ വാച അത ദൈത്യസുതാഹ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹൃനിരവത്യത്വാന്നൈവ ഗുർവനുശിക്ഷിതം അഥാചാര്യസുതശേഷം ബുദ്ധിമേകാന്ത സംസിതാം ആലക്ഷപീതസ്വരിതോ രാജ്ഞ ആവേദയദ്യതാ ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹം തനയാനയം കോപാവേശൽ ഗാത്രപുത്രം ഹന്തും മനോധതേ. കുട്ടിയെ കൊല്ലാൻ തന്നെ അങ്ങോട്ട് ഏർപ്പാട് ചെയ്തു എന്ന് പറയുകയാണ്. ക്ഷിപ്പുദ്വാപരുഷയാവാച പ്രഹ്ലാപതർഹണം ആഹേക്ഷമാണ പാപേന തിരച്ചീനേന ചക്ഷുഷ പ്രശ്രയാവനതം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പ പദാഹത ഇവ ശ്വസൻ പ്രകൃതിദാരുണ. കാഠിന്യം കൂട്ടി വന്നു. ഹേ ദുർവിനീതമന്താത്മൻ കുലഭേദകരാധമാ സ്തബ്ധം മച്ഛാസനോ ദൂതം നേഷ്യേത്വാദീയമക്ഷയം ക്രുദ്ധസ്യ കമ്പന്തേ ത്രയോ ലോകാസഹേശ്വരാഹ തസ്യ മേ അഭീതവൻ മൂഢ ശാസനം കിംബലോത്യകാഹ. പ്രഹ്ലാദ ഉവാച ഞാനീ പറയണമെന്ന് നിനക്ക് മനസ്സിലാവില്ല, നീ എന്തൊരു സാധന എന്ന നിലയ്ക്ക് ആക്ഷേപവാചകൾ പറഞ്ഞു.
ന കേവലം മേ ഭവദച്ചരാജൻ സവൈബലം ബലിനാം പാപരേഷാം ചാപരേഷാം പരേ വരേമീശ്വരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാഹ. ന കേവലം മേ ഭവദച്ഛരാജൻ. രാജൻ, എനിക്ക് മാത്രമല്ല അച്ഛനും മഹാബലശാലികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും നാഥനായ ഭഗവാൻ തന്നെയാണ് ബലം. എന്താണ് നിന്റെ ബലം? ആരാ നിന്റെ പിന്നിൽ നിന്നാണ് ചോദിച്ചത്. അതിന് മറുപടിയാണ് പറയണത്. ശക്തി ഒന്നേ ഉള്ളൂ രാജൻ. അത് എന്നിൽ അമൃതരൂപത്തിലും അങ്ങയിൽ മൃത്യുരൂപത്തിലും വിലസുന്നു. ഇത്രയേ ഉള്ളൂ. എനർജി ഒന്നേ ഉള്ളൂ. അതെ, അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ഇത്രയേ ഉള്ളൂ. സ ഈശ്വരകാലുരുക്രമോ സാവോജസ്സഹ സത്വബലേന്ദ്രിയാത്മാ സ ഏവ വിശ്വംബരമസ്വ ശക്തിഭി സൃജത്യവത്യത്യുഗുണത്രയേശാഃ ജഹ്യാസുരം ഭാവിമം തുമാത്മന സമം മനോജൽസുന സന്ധിവിദ്യുഷ ഹൃദേ അചിതാദാത്മന ഉപസദസ്ഥിതാത് തദ്ദിഹ്യനന്ദസ്യ മഹൽ സമർഹണം ദസ്യൻ പുരാഷണ്ണ വിജിത്തലം വദോ മന്നന്തേകേ സുജിതാ ദിശോ ദിശഃ ജിതാത്മനോജ്ഞ സമസ്യ ദേഹിനാം സാധോ സമോഹ പ്രഭവാ കുതപ്പരേ ഹിരണ്യകശിപുർവാച വ്യക്തം ത്വം മർത്തുകാമോസി യോ അതിമാത്രം വിഗത്തസേ മുമൂർഷോണാം ഹി മന്ദാത്മന്നനസ്യോർവിപ്ലവാഗിരഃ യസ്ത്വയാ മന്ദഭാഗ്യോക്തോ യജന്മതന്യോ ജഗദീശ്വരഃ ക്വാസോ യദി സർവത്ര കസ്മാൽ സ്തംഭേന ദൃശ്യത്തെ. ഞാനൊഴികെ വേറൊരു ഈശ്വരൻ എവിടെയുടെ ഉള്ളതെന്നാണ് ചോദിക്കണതേ. സോഹം വിഗത്തമാനസ്യ ശിരകായാധരാമിതേ ഗോപായേത ഹരിസ്ത്വാദ്യ യസ്ഥേ ശരണമീപ്സിതം ഏവം ദുരുക്തൈർ മുഹുരുർദയൻരുഷ സുതം മഹാഭാഗവതം മഹാസുരഃ ഖഡ്ഗം പ്രഗൃഹ്യോൽപതിതോ വരാസനാത് സ്തംഭം തഥാഠാതിബലസമുഷ്ഠിന. എവിടെയാണ് നിന്റെ രക്ഷകനായിട്ടുള്ള കപടനും കള്ളനുമായിട്ടുള്ള ശ്രീഹരി ഉള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇല്ലാതായിട്ടുള്ള സ്ഥലം എവിടെയുള്ളത് രാജൻ? തൂണിലും തുരുമ്പിലും നാം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അഖഡ്ഗം അങ്ങോട്ട് എടുത്തിട്ട് ആ തൂണിലൊന്ന് അട്ടിച്ചു നോക്കി. തദൈവ തസ്മിന്നോതിവീഷണോ ഭൂവയേന അണ്ടകടാഹമസ്ഫുടത് യം വൈ സ്വദിഷ്ണ്യോപഗതം തുജാതയ ശ്രുത്വാ സ്വദാമ്യപ്പയമംഗമേനിരേ സവിക്രമൽ പുത്രവദേപ്സുരോജസ നിശമ്യ നിർഘാതമപൂർവമത്ഭുതം അന്തഃസഭായാം ദദർശതൽപദം വിതത്ര സൂര്യേന സുരാദിയൂതവാഹ സത്യം വിധാതും നൃജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷഖിലേഷു ജാൽമനഃ അദൃശ്യതാത്യൽപുതരൂപമുദ്വഹൽ സ്തംഭേ സഭായാം ന മൃഗം നമാഷണം. ഹരേ നാരായണ 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 നാരായണ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. സത്യം വിധാതും നൃജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യത്ഭുതരൂപമുദ്വഹൽ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ സത്യം പാലിക്കാനായിക്കൊണ്ട് തൻ്റെ ഭൃത്യൻ്റെ വാക്ക് യാഥാർത്ഥ്യമാക്കുവാനായിക്കൊണ്ട് ആ ഭഗവാൻ അവർ പറഞ്ഞതുപോലെ തന്നെ ഉള്ള രൂപത്തെ സ്വീകരിച്ചു. സസത്വമേനം പരിതോപി പശ്യൻ സമ്പസ്യ മദ്യാതനു നിർജിഹാനം നായം മൃഗോ നാമി നരോ വിചിത്രമഹോ കിമേതൻ നൃമകേന്ദ്രരൂപം മീമാംസമാനസ സമിത്സിതോഗ്രതോ നൃസിംഹരൂപസ്തതലം ഭയാനകം പ്രദപ്തചാമീകര ചണ്ഡലോചനം സുരൻ മഹാ സടാകേസരചംപ്രിതാനനം കരാളദംശം കരവാളചഞ്ചലക്ഷുരാന്തജിഘ്വം മൃഗുടീമുഖോൽഭണം സംബോർധകർണം ഗിരിഗന്ധരാത്ഭുതം വ്യത്യാസനാസം ഹനുഭേദഭീഷണം ദിവസ്പൃശൽക്കായമദീർഘവീവരഗ്രീവോരുവക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശു ഗൗരേ ചുരിതം തനോരുഹൈർവിഷംഭുജാനീകശതം നഖായുധം ദുരാസുതം സർവനിജേരായുധ പ്രവേഗവിദ്രാവിത ദൈത്യദാനവം പ്രായേണമേയം ഹരിണോരുമായിന വധസ്മൃതോനേന സമുദ്യതേന കിം ഏവം ഭ്രമം സ്വഭ്യപതൽഗതായുധോ നദൻ നൃസിംഹം പതി ദൈത്യകുഞ്ചരാഃ അലക്ഷിതോഗ്നോപതിത പതംഗമോ യഥാ നൃസിംഹൗജസി സോസുരസ്സദാ തദ്ഭിജത്രം ഖലു സത്തദാമനീ സ്വതേജയാ ചേതസാ യോനുപുരാ വിവൽതമഃ തതോ വിപദ്യാഭ്യഹൻ
മഹാസുരോ രുഷാ നൃസിംഹം ഗതയോരുവേഗയാ തം വിക്രമന്തം സഗതം ഗദാധരോ മഹോരകം തർഷ്യസുതോ യഥാ ഗൃഹീത് സസ്യ ഹസ്സോൽകലിത സദാസുരോ വിക്രീഡോ യദ്വഹിൽ ദഹിൽ ഗുരന്മദഃ അസാധ്യമന്നന്ദഹിതോക സോമര ഗനച്ചത ഭാരത സർവതിഷ്ണിവാഹ സമ്പന്യമാനം തം മന്യമാനോ നിജവീര്യസംഗീതം യദ്ധസമുക്തോ നൃഹരിം മഹാസുരഃ പുനഃസമാസജ്ജത ഖഡ്ഗപർമ്മണേ പ്രകൃഗ്യ വേഗേന ജിതശ്രമോമൃതേ തം ശേനവേഗം ശതജന്മപർമ്മഭീശരന്തമച്ഛിദ്രമുപര്യതോ ഹരി കൃത്വാട്ടാസംകരമുത്സണോൽപണം നിമീലദാശം ജഗൃഹേ മഹാജവഃ വിഷക്സ്ഫുരന്തം ഗൃഹണാതുരം ഹരിർവ്യാളോ യഥാഖ്യം കുരിശാക്ഷതധ്വജം വ്യാഘ്യുര ആബാദ്യദാരലീലയാ നഗേര്യദാ കിം ഗരുഡോ മഹാവിഷം സംരംഭദുഷ്പേഷകരാളലോചനോ വ്യാത്താനനാന്തം വിലിഹൻ സ്വജുഖ്യയ അസഗ്ലവാഗ്ഭക്താരുണകേസരാനനോ യന്ത്രായഥാന്ത്രമാലീതി വഹത്യയാ ഹരി നഗാംഗുരോൽപാടിഹിൽ സരോരുഹം വിസൃജ്യതസ്യാനുചരാനുദായുധൻ അഹൻ സമന്താനക ശസ്ത്രപാഠിവിൽ ദോർദണ്ഡയൂതോനുപഥൽ സഹസ്രജ സടാവതൂതാജലതാപരാതവൻ ഗ്രഹാചതുഷ്യം വിമക്ഷിരോജിഷ അംബോദയ ശ്വാസഹതാവിചക്ഷുപർ നിർഹാതപീത ദിഗിഭാവിചക്രുശോ ദ്യോസഡോക്ഷിപ്ത വിമാനസങ്കുല പ്രോത്സപ്പദക്ഷ സർപ്പദസ്മാക്ഷ ക്ഷാചപദാദിപീഡിതാഃ ശൈലാസമുൽപേതുരമുഷ്യരംഹസ തത്തേജസാഘം കഗവോ നരേജുരേ തതസ്സഭായാമുപേഷ്ടമുത്തമേ നിർവാസനേ സംവൃതതേജസംവിവം അലക്ഷിതേ ധൈരതമത്യുമർഷണം പ്രചണ്ഡഭക്തം നപവാച കർശന ദിശമ്മലോകത്രയമസ്തമജ്വരം തമാതിദൈത്യം ഹരിണാഹതം മൃധേ പ്രഹർഷമേകോൽകലിദാനനാമുഹു പ്രസൂനവർഷൈർവവഷു സുരശ്രിയഃ തഥാ വിമാനാവലിഭിർനഭസ്ഥലം ക്ഷതാം സങ്കുലമാസനാഗിനാം സുരാനയാ ദുന്ദുമയോദജഗ്നിരേ ഗന്ധർവമുഖ്യാനദുജ്ജഗുശ്രിയഃ തത്രോപം രജ്യവിവിധ ബ്രഹ്മേന്ദ്രഗിരിശാദയഃ ഋഷയപിതരസിദ്ധാ വിദ്യാധരമോരഗാഃ മനവപ്രജാനാം പദയോ ഗന്ധർവപ്സരചാരണാക യക്ഷ കിം പുരുഷാസ്താദ വേതാളസിദ്ധകിന്നരാഃ തേ വിഷ്ണുപാർഷദാ സർവേ സുനന്ദകുമുദാദയഃ മൂർധ്നിബദ്ധാഞ്ജലിപുടാസീനം തീവ്രതേജസം ഇടിരേ നരശാർദ്ധൂലം നാദി ദൂരചരാപൃതക്ക്. ഏതായാലും ഭഗവാൻ ഒരു 4-4:30 മണിയോട് കൂടിയിട്ടാണ് പ്രത്യക്ഷീഭവിച്ചത്. അതിനുശേഷം തൻ്റെ ഭക്തൻ പറഞ്ഞതുപോലെ തന്നെ ആ വാക്കിനെ യാഥാർത്ഥ്യമാക്കാനായിക്കൊണ്ട് അനേകം നൃസിംഹരൂപം സ്വീകരിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും നിറഞ്ഞിരുന്നു എന്നാണ്. കാരണം എവിടെ ചൂണ്ടിക്കാണിക്കുക എന്നറിയില്ല, ചൂണ്ടിക്കാണിച്ചോടൊന്ന് പ്രത്യക്ഷനാവണം, അത് തൻ്റെ ബാധ്യതയാണ് എന്നാണ്. അങ്ങനെ അനേക രൂപങ്ങളോടുകൂടി ഭഗവാൻ പല ഭാഗത്തും മറഞ്ഞിങ്ങനെ ഇരുന്നു. ആ തൂണിലങ്ങോട്ട് എടുത്തങ്ങോട്ട് അടിച്ചതോടു കൂടിയിട്ട് അതിനെ അങ്ങോട്ട് പളർത്തിയിട്ട് അങ്ങോട്ട് പുറത്തങ്ങോട്ട് ചാടിയില്ലേ. ആയിരക്കണക്കിന് ബാലസൂര്യന്മാർ ഉദിച്ചതുപോലുള്ള ആ തേജസ് കണ്ടു. കണ്ണുകളിൽ നിന്ന് സൂര്യേന്ദ്രന്മാരെ പോലെ ആ ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള ആ തേജസ്സും ആ കുഞ്ചിരോമങ്ങളോടുകൂടി സ്വർണ്ണവർണ്ണമായിട്ടുള്ള ആ ജടാഭാരങ്ങളൊക്കെ പാടുകൂടിയിട്ട് ആ മുടിയും ആ താടിയും ഒക്കെ പാടുകൂടി അങ്ങോട്ട് കണ്ടു. വജ്രം പോലെ തിളങ്ങുന്നതായിട്ടുള്ള ആ 10 നഖങ്ങൾ, ആ ഇടുപ്പ് വരെയുള്ള കഴുത്തിൻ്റെ ആ മേലറ്റവും കയ്യിൻ്റെ ആ ഘടനയൊക്കെ കാണുമ്പോൾ ഒരു മൃഗത്തിനെ പോലെ ഇരിക്കണോ ഭഗവാനെ. ആ ബാക്കിയുള്ള ഭാഗങ്ങൾ മനുഷ്യനെ. ഇതെന്തൊരു രൂപ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ആ 2 ഭാഗത്ത് ആ ദംഷകൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ അട്ടഹസിക്കുന്ന നാവ് നീട്ടി അങ്ങോട്ട് വല്ലാത്തൊരു അവസ്ഥയാണത്. പ്രകാശം കൊണ്ടാണെങ്കിലോ കാണാൻ സാധിക്കണില്ല. ഇങ്ങനെ രൂപം താൻ ആദ്യമായിട്ട് കാണുകയാണ്. തലങ്ങനെ കറങ്ങി ബോധമറ്റ് മലർന്നടിച്ചങ്ങോട്ട് വീണു. ഒന്ന് ശ്വാസം ചെയ്യുന്നവരെ ഭഗവാൻ കാത്തു. അതിനുശേഷം പിടിച്ച് എണീപ്പിച്ചിട്ട് ഒന്നിങ്ങനെ നിർത്തി. അപ്പോഴോ പേടി കൊണ്ടാണെങ്കിലും കാണുന്നത് ഭഗവാനെയാണ്. എന്നിട്ട് പൂച്ചക്കുട്ടി എലിയെ കളിപ്പിക്കണ മാതിരി ഒന്നിങ്ങനെ തട്ടിക്കളിച്ചു, കുറച്ചങ്ങോട്ട് ഓടിച്ചു. എന്തിനു വേണ്ടിയിട്ടറിയോ? ഭയന്നിട്ടാണെങ്കിലും വേണ്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആരായിരിക്കണം? ഭഗവാനായിരിക്കണം. ഭഗവാനെ ഉള്ളിൽ നിറയ്ക്കാനായിക്കൊണ്ട് അങ്ങനെയൊരു കളി കളിച്ചു എന്ന് പറയണം. അവസാനം ആ പകല് കഴിയുന്നൊരു സന്ദർഭം വരെ കാത്തിരുന്നു.
രാത്രി ആഗതമാകുന്നു, പകല് പോകുന്നു. പകലുമല്ല രാത്രിയുമല്ല. ഗൃഹത്തിൻ്റെ അകത്ത് വെച്ച് വധിക്കാൻ പാടില്ല, വരമുണ്ട്. ഗൃഹത്തിൻ്റെ പുറത്ത് വെച്ച് വധിക്കാൻ പാടില്ല, വരമുണ്ട്. ആയുധം ഉപയോഗിക്കാൻ പാടില്ല, താൻ വരം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സാർത്ഥകമാക്കാനായി കൊണ്ട് അകത്തും പുറത്തുമല്ലാതെ ഉമ്മറപ്പടിയിൽ അങ്ങോട്ട് ചെന്നങ്ങോട്ട് ഇരുന്നു. എന്നിട്ടോ വിലങ്ങനെ ആ ശരീരം മടികൂടെ അങ്ങോട്ട് കിടത്തി. എന്നിട്ട് ഒന്നുകൂടി അട്ടഹസിച്ച ആ കണ്ണുകളെ കൊണ്ട് കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഭയന്ന് പരവശനായിട്ടുള്ള ഇദ്ദേഹം കണ്ണുകളിങ്ങനെ ഇറുകി അടച്ചു എന്ന് പറയണം. എന്നിട്ട് ഒന്നുകൂടി അട്ടഹസിച്ചു. അതിനുശേഷം ആയുധം ഉപയോഗിക്കണില്ല എന്ന നിലയിൽ ആ കൂർത്തുമൂർത്ത നഖങ്ങളെ കൊണ്ട് വയറിൽ ഒന്നങ്ങോട്ട് വരഞ്ഞപ്പോൾ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ചീറ്റുന്ന മാതിരി രക്തം അങ്ങോട്ട് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ചെയ്തങ്ങോട്ട് തെറിച്ചപ്പോൾ ഗോമേതകമണി രത്നങ്ങൾ ശരീരത്തിൽ അങ്ങ് പിടിപ്പിച്ചതുമാതിരിയായി രക്തത്തുള്ളികൾ ഇദ്ദേഹത്തിൻ്റെ മേലെ. ഒന്നുകൂടി അങ്ങോട്ട് അട്ടഹസിച്ച് ആ കുടൽമാലകളൊക്കെ അങ്ങോട്ട് വാരി എറിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ജീവൻ പോണില്ല. ഭയന്നിട്ട് അലറി വിളിച്ചിട്ട് കാണുന്നതാരെയാണ്? ഭഗവാനെ. അങ്ങനെ ഭഗവാനെ കണ്ട് ഭഗവാനെ ചിന്തിച്ച് ഭഗവാനെ മാത്രം ചിന്തിച്ച് ഭഗവാന്റെ മടിയിൽ കിടന്ന് ആ ജീവാത്മാവ് ഭഗവാനിലേക്ക് അങ്ങോട്ട് പോയി. ഹരേ! പൂർവജന്മത്തിലെ ജൈവജയന്മാരാണ്. ഒരുത്തനെ നേരത്തെ ഹിരണ്യാക്ഷനായിട്ട് ജനിച്ചപ്പോൾ കൊടുത്തു ഭഗവാൻ അനുഗ്രഹം. ഇപ്പതാ ഹിരണ്യകശിപുവായിട്ട് അങ്ങനെ ശിക്ഷാരൂപത്തിൽ രക്ഷ നൽകി ഭഗവാൻ തൻ്റെ ഭക്തനെ തന്നിലേക്ക് തന്നെ അണച്ചു. ഈ രംഗം കണ്ടിട്ട് ദേവന്മാര്, ഋഷികള്, വിദ്യാധരന്മാര്, ഗന്ധർവന്മാര് എല്ലാവരും ഭയന്ന് പരവശരായി. എല്ലാവർക്കും അറിയാം അത് ഭഗവാനാണ്, നാരായണനാണ്. പക്ഷെ ആർക്കും അടുത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഇത്ര കടുപ്പം വയ്യാട്ടോ. ബാലസൂര്യനെ കാണാൻ നമുക്ക് ഇഷ്ടമാണ്. ഉദയസൂര്യനെ നമ്മൾ കാണാറുണ്ട്. അസ്തമയ സൂര്യനെ കന്യാകുമാരി പോയാൽ കാണാറുണ്ട്. അതേ സൂര്യനല്ലേ ഉച്ചയ്ക്ക് 12:30 മുകളിലേക്ക് നോക്കാൻ പറ്റുമോ? പറ്റില്ല. സൂര്യനാന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കത് പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല, അത്ര തീവ്രത വയ്യ. അപ്പോൾ ഭഗവാനെ അങ്ങയുടെ ആ ബാലഭാവം, സാധാരണ ഭാവം സ്വീകരിക്കുന്നതാണ് നന്നാവുക. ഞങ്ങൾക്കിത് ഭയമാവണോ എന്ന നിലയിൽ ഉള്ളിൽ പറഞ്ഞു. ശബ്ദം പൊങ്ങില്ല. വരം കൊടുത്തു ബ്രഹ്മദേവനാ. അദ്ദേഹത്തിനെ നോക്കി പറഞ്ഞു, ബ്രഹ്മദേവ അങ്ങൊന്ന് അദ്ദേഹത്തിനെ ഒന്ന് അടുത്തേക്ക്. അല്ല, ഞാനാവില്ല കേട്ടോ നന്നാവുക, മഹാദേവനോട് പറഞ്ഞോളൂ. നേരെ മഹാദേവൻ നോക്കിയപ്പോൾ മൂപ്പരും നോക്കി. ഇങ്ങനെ ഒരു ഗൗരവം ഞാനാവില്ല നന്നാവുക. ലക്ഷ്മിയെടുത്തി നേരത്തെ ഒരു മൂലയ്ക്ക് പോയിട്ട് ഞാൻ ജപിക്കുക എന്നുള്ള നിലയിൽ കണ്ണടച്ച് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും സമ്മതനായി ആരുടെയും ബെഡ്റൂമിൽ വരെ പോകാൻ അധികാരമുള്ള ആളാരാ? നാരദരെ നോക്കിയപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി എനിക്കൊരു പ്രഭാഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മെതിയിടിയിടുക, ഒരു എസ്കേപ്പ് ആവാൻ നോക്കുക. ആരും എടുക്കണില്ല. എന്താ പത് കഥ? എല്ലാവരുടെയും നോട്ടം 4 വയസ്സുകാരനായിട്ടുള്ള ഈ കുട്ടിയിലേക്ക് എത്തി എന്ന് പറയണേ. ആ പ്രഹ്ലാദനെ നോക്കിയപ്പോൾ പ്രഹ്ലാദൻ അങ്ങനെ നേരെ ചെന്നിട്ട് ഹരേ എന്നും പറഞ്ഞ് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഏത് ഭാവം സ്വീകരിച്ചാലും ഭഗവാന്റെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് വഴിയുന്നത് കാരുണ്യം മാത്രമാണ്, സ്നേഹം മാത്രമാണ്, കൃപ മാത്രമാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ള ആ കുട്ടി ആ ഭഗവാനെ ഇങ്ങോട്ട് ആലിംഗനം ചെയ്തു. സ്നേഹപൂർവം ഭഗവാൻ ഉണ്ണിയെ താലോലിച്ച ശരീരം വിട്ട് ആ മടിയിലിരുത്തി ആ അസുരചക്രവർത്തി അശുദ്ധമാക്കിയിട്ടുള്ള ആ സിംഹാസനത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്നു, അതിലിരുന്നു. കാരണം ഭാവിയിൽ തൻ്റെ പുത്രൻ ഇരിക്കേണ്ടതാണ്, വത്സലനായിട്ടുള്ള ശിഷ്യൻ ഇരിക്കേണ്ടതാണ്, ഭക്തൻ ഇരിക്കേണ്ടതാണ് മനസ്സിലാക്കി അതിനെ ഒന്ന് ശുദ്ധീകരിച്ചു. ഈ രംഗം കണ്ടിട്ട് ആദ്യം സ്തുതിച്ചത് ബ്രഹ്മാവാണ്. ബ്രഹ്മോവാച നതോസ്മിനന്തായ ദുരന്തശക്തയെ വിചിത്രവീര്യായ പവിത്രകർമ്മണെ വിശ്വസ്യ സർഗസ്ഥിതി സംയമൻ ഗുണൈ സ്വലീലയാ സന്തതയം വ്യയാത്മനേ. ശ്രീരുദ്ര ഉവാച. ഭഗവാൻ രുദ്രൻ സ്തുതിച്ചു. കോപാകാലോ യുഗാന്തസ്യ അതോ യമസുരോൽപകഃ തൽസുതം പാപിവസുതം ഭക്തം തേ ഭക്തവത്സല. ഇന്ദ്ര ഉവാച. പ്രത്യാനീതോ പരമഭവതാത്രായതാന സ്വഭാഗ നൈത്യാക്രാന്തം ഹൃദയമലം തൽഗൃഹം പത്യബോധി കാലഗ്രക്തം കിയതിതമഹം കിയതിതമഹോ നാദ ശുശ്രൂഷതാം തേ മുക്തിശേഷം നഹി ബഹുമതോ നാരസിംഹാവരേക്കും ഋഷയൗ ത്വം നസ്സപരമാർത്ഥയതാത്മതേജോ ഏനേതമാതിപുരുഷാത്മകതം സസർജ തൽവിപ്രലുപ്തം അമുനാദ്യശരണ്യപാല രക്ഷാഗൃഹീതവപുഷ പുനരന്നമംസ പിതര ഊജോ ശ്രാദ്ധാനി നോതി ബുഭുജേ പ്രസവം തനൂജൈർ ദത്താനി തീർത്ഥസമയേ പിപിൽത്തിലാംബോ തസ്യോദരാന്നക വിധീർണവവാദ്യ ആർച്ചൽ തസ്മൈ നമോ നൃഹരേ അഖിലധർമ്മഗോപ്രേ
സിദ്ധ ഊജു യോനോഗതിം യോഗസിദ്ധാമസാധു അർഹാഷിം യോഗതപോബലേന നാനാദർപ്പം തം നഗൈർനിർദദാര തസ്മൈ തുഭ്യം പ്രണതാസ്മോ നൃസിംഹ വിദ്യാധര ഊചു വിദ്യാം പൃഥഗ്ധാരണയാനുരാദ്ധം നിഷേധതജ്ഞോ ബലവീര്യതൃപ്ത സയേന സംഘീ പശുവദ്ധതസ്ഥം മായാ നൃസിംഹം പ്രണതാസ്മ നിത്യം നാഗ ഊചു യേന പാപേന രത്നാനി ശ്രീരത്നാനി ഹൃദാനി നഃ തൽവക്ഷപാടനേന സംദത്താനന്ദ നമോസ്തുതേ മനവ ഊചു മനവോ വയം തവ നിദേശകാരിണോ ദിതിജേന ദേവ പരിഭൂതസേതവഃ ഭവദാഖലസ്സു ഉപസംഹൃത പ്രഭോ കരവാമതേ കിമനുഷാദി കിങ്കരാൻ പ്രജാപതയാ ഊജു പ്രജേശാ വയം തേ പരേശാ വിസൃഷ്ടാ നയേന പ്രജാ വൈസൃജാമോ നിഷിദ്ധ സയേഷ ത്വയാ ഭിന്നഭക്ഷാനുഛേദേ ജഗന്മംഗളം സത്തമൂർത്തേ അവതാര ഗന്ധർവ ഊചു വയം വിഭൂതേ നടനാട്യനായക യേനാത്മസാദ്വീര്യബലോജസാകൃതാഃ സയേഷ നീതോ ഭവദാദശാമിമാം കിമുൽപദസ്സ കുശലായ കൽപ്പതേ ചാരണ ഊജു ഹരേ തവംഗ്രി പങ്കജം ഭവാപവർഗമാക്ഷിത യഥേഷ സാധു കൃച്ഛയസ്വയാ സുതസ്സവാപിത യക്ഷ ഊജു വയമനുചരമുഖ്യ കർമ്മവൈസ്തേ മനോജ്ഞേസ്ഥ ഇഹ ദിതി സുതേന പ്രാപിത വാഹകത്വം ശതുജനപരിതാപം തൽകൃതം ജാനതാതേ നരഹരോപനീത പഞ്ചതാം പഞ്ചവിംശ കിം പുരുഷ ഊച്ചു വയം കിം പുരുഷാസ്ത്വം തു മഹാപുരുഷ ഈശ്വരായം കുപുരുഷോ നക്ഷോ ദിൽകൃത സാധുപര്യത വൈതാളിക ഊജു സഭാസു സത്രേഷു സവാമലം യശോ ഗീത്വാ സ്വപര്യാം മഹതിം ലപാമഹേ യസ്വാം വിനേഷിൽ വൃഷരേഷ ദുർജനോ ദിഷ്യാഹതസേ ഭഗവന്യതാതമയ കിന്നര ഊജു വയമീശ കിന്നരഗണാസവാനുഗാദിജേന വിഷ്മമനാനുകാരിതാഗ ഭവദാ ഹരേ സവൃജിനോ വസാദിതോ നരസിംഹനാഥ വിഭവായ നോ ഭവ വിഷ്ണുപാർഷദ ഊജു അദ്വൈതം നരഹരിരൂപമത്ഭുതം തേ ദൃക്ഷം ന ശരണത സർവലോകശർമ്മ സോയം തേ വിധികര ഈശ വിപ്രശബ്ദ തസ്യേദം നിധനമനുഗ്രഹായ വിദ്മഹ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവതേ നൃസിംഹസ്തവോനാമഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരദ ഉവാച ഏവം സുരാതയ സർവേ ബ്രഹ്മരുദ്രപുരസ്സരാः നോപേതും അശകന്മന്യു സംബ്രഹ്മം സുദുരാസതം സാക്ഷാ ശ്രീപേക്ഷിതായോ ദേവൈർ ദൃഷ്ട്വാ തന്മഹതത്ഭുതം അദൃശാശ്വതപൂർവത്വാത് സാനോപേയായ ശങ്കിതാഗ പ്രഹ്ലാദം പ്രേക്ഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്തികേ താദപ്രശമയോപേഹി സ്വപിത്രേ കുവിതം പ്രഭും തദേതി ശനകേ രാജൻ മഹാഭാഗവതോർഭഗ ഉപേതി വിവായേന നാമഭിതരാഞ്ജലി സ്വപാദമൂലേ പദം തമർഭഗം വിലോകദേവകൃപയാ പരിപ്ലുത ഉത്ഥാപിതശീഷ്ണ്യതാൽക്കരാംബുജം കാലാഖി വിസ്രതിയാം കൃതാവയം സ തൽക്കരസ്പർശതുതാഖിലാശുഭ സപദ്യവിവ്യക്തപരാത്മദർശന തൽപാദപൽമം ഹൃദി നിർവൃതോ ദതൗ ഹ്യഷ്യത്തനുക്ലിന്ന ഹൃദശ്രുലോചന അസൗഷീധരിമേകാഗ്രമനസ സുസമാകിത പ്രേമഗദ്ഗതയാ വാച തന്നിഹസ്ത സന്യസ്ത ഹൃദയേഷണ ഹരേ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അവതാരം 3-ാം ദിവസം നാളെ ശ്രീകൃഷ്ണാവതാരമാണ്.